ഹലോ ഹായ് പാർട്ട് 4. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പെയിനാണ് അല്ലേ. ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പെയിനാണെന്നുള്ള കാര്യം ആൾക്കാർക്കൊക്കെ അറിയാം. എങ്കിൽ അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പെയിനാണോ ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും? എന്തിനായിരിക്കും ആൾക്കാർ ടാറ്റു ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ടാറ്റു ചെയ്യുന്നത്? ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ്. അതാണ് പൊതുവെ ഞങ്ങളെ സ്റ്റുഡിയോയിൽ ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും പെയിൻ അത്രയും ഒരു ഫീല് കാണിക്കാത്ത, അല്ലെങ്കിൽ ആ പെയിന് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലേഡീസിനെ തന്നെയാണ് കേട്ടോ, ഉറപ്പായിട്ടും. ആരും പേടിക്കേണ്ട, ഒരു എങ്കിലും ഒരു അൺബിലീവബിൾ പെയിനോ അൺബെയറബിൾ പെയിനോ ഒന്നും അല്ല ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പെയിന് പേടിച്ചിട്ടാണ് ഞാൻ വന്നത്, എന്നെക്കൊണ്ട് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിയപ്പോൾ അങ്ങനെ വലിയ പെയിനൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്തത്, ഭയങ്കര നമുക്ക് ബെയറബിൾ പെയിൻ തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് കമൻസ് കൂടുതലും, അതായത് 100 ക്ലയൻസിൽ നമുക്ക് പെയിൻ ബെയർ ചെയ്യാൻ പറ്റുന്നവർ തന്നെയാണ് 99%. അതായത് ഈ പെയിൻ ഇയർലി 1 ടൈം, അല്ലെങ്കിൽ ഒരു 6 മന്ത് 1 ടൈം, അല്ലെങ്കിൽ 1 ടൈം ടാറ്റു വെർജിനിറ്റി ബ്രേക്ക് ചെയ്താൽ, ഓക്കെ, ടാറ്റു വെർജിനിറ്റി അല്ലെ പുതിയ വാക്കെന്ന് തോന്നുന്നു, കേട്ടിട്ടുണ്ടാകും കുറച്ച് ആൾക്കാരെങ്കിലും. ആദ്യമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ഫസ്റ്റ് ടാറ്റു ചെയ്യുന്നതിനെയാണ് ടാറ്റു വെർജിനിറ്റി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു നീഡിൽ നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു എന്നുള്ള മൂടലിലൂടെ പോയിട്ട് അത് നമ്മുടെ പഞ്ച് നമ്മുടെ സ്കിന്നിലോട്ട് നമ്മുടെ ഇങ്ക് പഞ്ചാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിനും ആ ഒരു AND പ്ലസ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ലൈറ്റ്, മ്യൂസിക്, സോ എവറിത്തിങ് വീണ്ടും ഒരാളെ ടാറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ള മനസ്സിലാക്കൽ. നോ പെയിൻ നോ ഗെയിൻ അല്ലേ. അതുപോലെ ടാറ്റു ചെയ്യുമ്പോൾ ചെറിയ പെയിൻ ഉണ്ടാവും, അത് പക്ഷേ ബെയറബിൾ പെയിൻ തന്നെയാണ്. ഒരു അൺബിലീവബിൾ പെയിനോ അല്ലെങ്കിൽ അൺബെയറബിൾ പെയിനോ അല്ല. സാധാരണ ഉള്ള പെയിനേക്കാളും കുറച്ച് അഡിറ്റേഷൻ ഉളവാക്കുന്ന പെയിനാണ്. ഒരിക്കൽ ഒരു പ്രാവശ്യം നമ്മുടെ ബോഡി ലിങ്ക് ചെയ്താൽ, ഒരിക്കൽ നമ്മളൊരു നല്ലൊരു ടാറ്റു എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാറ്റു ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രിക്കോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഏരിയ സെലക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ നെക്കിലാണെങ്കിൽ നമുക്ക് പെയിൻ ചാർട്ട് ഒരു 10 എടുക്കുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം. ഓക്കെ, പെയിൻ ചാർട്ട് നമുക്കൊരു 10 ആണെങ്കിൽ നമ്മുടെ ഈ കൈയിൻ്റെ ഇൻസൈഡ് 10 ആണ് പെയിൻ ചാർട്ട്. ഓക്കെ, 10 തന്നെ ഉണ്ടാവും, അത്യാവശ്യം പെയിൻ ഉണ്ടാവും. അതുപോലെ കൈയിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നമുക്കൊരു 7 പെയിൻ കൊടുക്കാം, ബെയറബിൾ പെയിൻ തന്നെയാണ്. ഇത്ര ഏരിയയിലും നമുക്കൊരു 7 കൊടുക്കാം. നമുക്ക് ഈ 4 ആം ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ 4 ആം എന്നുകൊണ്ട് നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു മടത്തിനെ പറ്റി തോന്നി. ഞാൻ ടീഷർട്ട് തിരിച്ചാണ് ഇട്ടിരുന്നത് അല്ലേ. ഈ ടീഷർട്ട് തിരിച്ചിട്ടതുപോലെ തന്നെയാണ് ചില ടാറ്റു റോങ് സെലക്ഷൻസ്. എന്തായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പെയിൻ ചാർട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം കാണിക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ കൈയിൻ്റെ ഈ തമ്പിൽ ഇത്രയും സ്ഥലത്ത് പെയിൻ ചാർട്ട് 10 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്രിസ്റ്റിൻ്റെ പോർഷനിൽ കുറച്ച് പെയിൻ ഉണ്ടാവും, ഇത്ര ഏരിയയിൽ. കാരണം ഇവിടെ ലൈറ്റ് സ്കിന്നാണ്, അത് മാത്രമല്ല ഇവിടെ കുറച്ച് പെയിനും ഉണ്ടാവും. ഇതൊരു 8 ഒക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് ഭയങ്കര സേഫ് ഏരിയയാണ്. നമുക്കൊരു 5 പെയിൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ടാറ്റു ചെയ്യാൻ സെലക്ട് ചെയ്യുന്നതാണ് 5. ഈ ഒരു ഏരിയയിൽ ഒരു 7, ഈ ഒരു ഏരിയയിൽ ഇത്ര ഏരിയയിൽ ഒരു 8, 9 അത്ര പെയിൻ ഉണ്ടാവും. ബൈസ് സേഫാണ്, ഒരു 5, 6 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഇന്നർ ബൈസ് ഒരു 7, 8 പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കുറച്ച് 8, 9 പെയിൻ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ നെക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു 6, 7 പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പോർഷനിലാണെങ്കിൽ ഒരു 7, 8 പെയിൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5, 6 പെയിൻ ഉണ്ടാവും. അതുപോലെ ഈ ഒരു പോർഷൻ 7, 8 ഞാൻ നേരത്തെ പറഞ്ഞുള്ള പെയിൻ ഉണ്ടാവും. അതുപോലെ ഈ നിപ്പിളിലാണെന്നുണ്ടെങ്കിൽ ഒരു 9, 10 പെയിൻ ഉണ്ടാവും നിപ്പിളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ റിബിൻ്റെ ഈ പോർഷനിൽ ഒരു 7, 8 പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനിൽ നമുക്ക് ഒരു 7, 8, 9 പെയിൻ ഉണ്ടാവും. നമ്മുടെ അതുപോലെ തന്നെ ടൈസിൻ്റെ ഈ പോർഷനിൽ 5, 6 പെയിൻ ഉണ്ടാവും. സോ
ഇതെല്ലാം നമുക്ക് ബെയറബിൾ പെയിൻ തന്നെയാണ്. നമുക്കൊരു 9-8 വരുന്ന പോർഷൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9-8 വരുന്ന കൈൻ്റെ ഈ പത്തി അത്യാവശ്യം നിങ്ങൾ ടാറ്റു ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പോർഷൻ കുറച്ച് പെയിൻ കൂടുതലാണ്, പക്ഷേ ആൾക്കാർ അത്യാവശ്യം ടാറ്റു ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഒരു പോർഷനിൽ കുറച്ച് പെയിൻ ഉണ്ടാവും, പക്ഷേ അത്യാവശ്യം ഇവിടെ ആൾക്കാർ ടാറ്റു ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള പോർഷൻസ്. സോ ഇതാണ് ടാറ്റുവിൻ്റെ ബേസിക്കലി ഒരു പെയിൻ ചാർട്ട്. ഒരു 1 to 10 എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് ബെയറബിൾ പെയിൻ തന്നെയാണ്. അപ്പം നമ്മുടെ ചാപ്റ്റർ 4 പെയിൻ എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. കാര്യം സബ്ജക്റ്റ് ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് ടൈം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. See you.